സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഋഷിയാണെങ്കിൽ ഇങ്ങനെ ബോധം കെട്ടി തന്നെ കിടക്കുകയാണ്. ആ സമയത്ത് കെവിനും നന്ദനും നോക്കുമ്പം അവൻ മരിച്ചിട്ടൊന്നുമില്ല, ബോധം പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കെവിൻ്റെ കുറേ സുഹൃത്തുക്കളെ വിളിച്ച് വരുത്തിയിട്ട് ഈ കിടക്കുന്നത് ഋഷി, ഇതെൻ്റെ ഫ്രണ്ട് നന്ദന, അവനക്ക് എന്താ പറ്റിയെന്ന് നിങ്ങളൊന്ന് നോക്ക്, ഇനിയിപ്പോൾ അവൻ ബോധം തെളിഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കുമെന്ന്. ആ സമയത്ത് ആ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, ഇത്തിരി വെള്ളം എടുത്തേ, ഞാനൊന്ന് വെള്ളം തെളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് വെള്ളം മേടിച്ച് ഋഷിയുടെ മുഖത്ത് തെളിച്ചതും ഋഷിക്ക് ബോധം തെളിയുന്നുണ്ട്. ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ ഋഷിയോട് നന്ദനും കെവിനും നീ ഇനി പൊയ്ക്കോ, ഇനി ഇതുപോലെ പ്രശ്നങ്ങളുമായിട്ട് വരരുത്, എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി ഒരു പ്രശ്നത്തിനും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പോകുന്നില്ല, എന്തായാലും നിൻ്റെ കുടുംബത്തെ വെറുതെ വിടാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല, നിൻ്റെ കുടുംബം തകർത്തട്ടെ ഞാൻ അടങ്ങുള്ളൂ എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, നീ ഇപ്പം മിണ്ടാതെ പോവുകയാണെങ്കിൽ അതാ നിനക്ക് നല്ലത്, ഇനിയും നീ ഇവിടെ നിന്ന് ഒരുപാട് വാചകം അടിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും നീ മേടിച്ച് കൂട്ടുമെന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, ഇല്ലടാ, പണ്ട് നീ അമ്പലത്തിൽ വെച്ച് തല്ലിയ ഋഷിയല്ല ഞാൻ, എന്നെ ഇനി നീ തല്ലിയ നീ വിവരം അറിയും, എന്തായാലും നിൻ്റെ കുടുംബത്തെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന്. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഇനി അപമാനിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കില്ല നിന്നോടുള്ള എൻ്റെ പ്രതികരണം, അതുകൊണ്ട് തൽക്കാലം നീ ഇപ്പോൾ പോകാൻ നോക്കുമെന്ന് പറയുമ്പം ഇല്ല ഞാൻ പോവില്ല എന്നും പറഞ്ഞ് ഋഷി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഋഷിയോട് വീണ്ടും കയർത്ത് സംസാരിക്കുന്ന സമയത്ത് നീ എന്ത് പറഞ്ഞിടാമെന്നും ചോദിച്ചുകൊണ്ട് നന്ദനെ ഋഷി തല്ലണമുണ്ട്. പിന്നീട് നിന്നെ വക വരുത്താതെ ഞാനിവിടുന്ന് പോകില്ലടാന്നും പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ ബലം പിടിച്ച് നിൽക്കുകയാണ്. ആ സമയം നന്ദന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതിപ്പോൾ വല്ലാത്തൊരു തലവേദന ആയല്ലോ എന്നും വിചാരിച്ച് നന്ദനും കെവിനും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ കൂടെ വന്ന ആളുകളോട് ഇവനെ നോക്കിക്കോളാൻ പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് അവരാണെങ്കിൽ ഋഷിയെ കൈയും കാലൊക്കെ പിടിച്ച് കെട്ടി എങ്ങും പോകാണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഋഷിയെ കാണാണ്ട് CP ആണെങ്കിൽ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്. ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇല്ല CP, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഋഷിയെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഇനി മേഡത്തോട് നമ്മൾ എന്ത് പറയും, എന്തായാലും മേഡം പറഞ്ഞ് അവൻ എങ്ങോ പോകാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്തു. പിന്നീട് ഋഷിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നൊരു പിടിയില്ലല്ലോ. ഇനിയിപ്പോൾ ആ പ്രഭാവതിയുടെ വീട്ടിലേക്ക് വീണ്ടും പോയി കാണുമോ. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല, എന്തായാലും അവനക്ക് റേഞ്ച് ഇല്ലാത്തടത്തായതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കും, ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണ് ഈ ഋഷിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ ആകെ വേവലാതെ പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അരുന്ധതിക്ക് CP വിളിക്കുന്നുണ്ട്. CPയുടെ കോൾ കണ്ടതും CP അല്ല വിളിക്കണേന്ന് പറഞ്ഞ് അരുന്ധതി വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ഈ CP ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പം ഇതുവരെ വിവരമൊന്നുമില്ല മേഡം, ഇനിയിപ്പോൾ ഋഷി വലിയ സുഹൃത്തുക്കളുടെ അടുത്തുണ്ടാവുമെന്ന് ചോദിക്കുമ്പം ഇല്ല CP, അവരെയൊക്കെ ഞാൻ വിളിച്ചു നോക്കി, അവരുടെ ഒന്നും അടുത്തില്ല, അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവൻ പോയതാണ്, പിന്നീട് അവനെക്കുറിച്ച് ഒരറിവുമില്ല, ഇനി ചന്ദ്രോത്തുകാരെങ്ങാനും അവനെ ആക്രമിച്ച് കാണുമെന്ന് ചോദിക്കുമ്പം അതിനുള്ള സാഹചര്യമൊന്നുമില്ല, ഇന്നലെ ഞാൻ പ്രഭാവതിയെ കണ്ടിരുന്നു, പ്രഭാവതിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആ സമയത്ത് പ്രഭാവതി അങ്ങനെ ഒരു നീക്കമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല, എന്തായാലും ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേന്ന്. ആ സമയത്തും CP പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഒന്നും കൂടി അന്വേഷിക്കട്ടെ മേഡം, അവനെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന്. ഇതേ സമയം നമ്മളുടെ ഋഷീനെ ആണെങ്കിൽ ഈ ഗുണ്ടകളൊക്കെ ചേർന്ന് കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് ഋഷിയോട് നന്ദൻ പറയുന്നുണ്ട്, നീ മര്യാദക്ക് നടക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അഴിച്ചു വിടാം. ആ സമയം ഋഷി പറയുന്നുണ്ട്, ഇല്ലടാ, ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടില്ല, നിൻ്റെയൊക്കെ കുടുംബം തകർത്തിട്ടേ ഞാൻ പിന്മാറുള്ളൂ, നിൻ്റെ അമ്മയുണ്ടല്ലോ ആ പ്രൊഫസർ പ്രഭാവതി, അവരെ ഞാൻ നാണം കെടുത്തുന്നു. അത് കേട്ടതും നമ്മുടെ നന്ദനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് നന്ദൻ അവിടെ കിടന്ന ഒരു പലക എടുത്തിട്ട് ഋഷിയെ തല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആർക്കും തടയാൻ പറ്റണില്ല, അത്ര പെട്ടെന്ന് തന്നെ നന്ദൻ്റെ തല്ലൽ കഴിഞ്ഞു. അതോടൊപ്പം ഋഷിയാണെങ്കിൽ ഇങ്ങനെ ബോധമറ്റ് വീഴുന്നുണ്ട്. പിന്നീട് ഋഷിയെ വിളിക്കുമ്പം ഋഷിക്കാണെങ്കിൽ അനക്കമില്ല. കെവിനും നന്ദനും നോക്കണ സമയത്ത് ഋഷി മരിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഇതിൽ അവരാണെങ്കിൽ മുഖത്തോട് മുഖം നോക്കണ സമയത്ത് ആ കൂടെ വന്ന ആളുകൾ പറയുന്നുണ്ട്, എന്തായാലും ഇവൻ മരിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റണം, സാറ് ഇതോർത്ത് ടെൻഷനാകുമൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോ, ഇതെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന്.
ആ സമയത്ത് നന്ദന് നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് നന്ദൻ കെവിനോട് പറയുന്നുണ്ട്, കെവിൻ ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, ഇവൻ മരിക്കുമെന്നൊന്നും വിചാരിച്ചില്ലല്ലോ. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ഇതവൻ ചോദിച്ചു വാങ്ങിയതാ, നമ്മൾ പറഞ്ഞതല്ലേ അവനോട് പോയിക്കോളാൻ, അപ്പോൾ അവനക്ക് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ മല്ലെടുത്തിട്ടല്ലേ, എന്തായാലും സംഭവിച്ചു. ഇനി അതോർത്ത് ടെൻഷനായിട്ടൊന്നും കാര്യമില്ല, ഇവൻ്റെ കാര്യം ഇവർ കൈകാര്യം ചെയ്തോളും, നമുക്ക് തൽക്കാലം വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് നന്ദനെയും കൂട്ടി കെവിൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയാണ്. മുരളിയാണെങ്കിൽ ദേവികയെ MLA ഓഫീസിൽ കൊണ്ടുവന്നാക്കിയിട്ട് വെളിയിൽ ഇങ്ങനെ കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ത്യാഗരാജൻ വരുന്നുണ്ട്. ത്യാഗരാജനെ കണ്ടതും മുരളിക്ക് ത്യാഗരാജന് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ മുരളി മുഖം തിരിച്ച് നിൽക്കുമ്പം ത്യാഗരാജന് അടുത്ത് വന്നിട്ട്, എന്താ മുരളി, നിനക്ക് എന്നെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാണ് നിങ്ങളെ മൈൻഡ് ചെയ്യണേ, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായേക്കണേ, ചന്ദ്രോത്ത് തന്നെ പ്രഭയാൻ്റീനെയും അങ്കിളിനെയും എത്ര ദ്രോഹിച്ചേക്കണമെന്ന്. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, അത് നീ നോക്കേണ്ട കാര്യമില്ല, നീ എന്തായാലും ഇപ്പോൾ അവിടുത്തെ ഡ്രൈവറല്ലേ, ഡ്രൈവറുടെ കാര്യം അന്വേഷിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പം, ഞാൻ ഡ്രൈവർ മാത്രമല്ല, ഞാൻ ചന്ദ്രോത്ത് ഒരു അംഗം പോലെ, അതുകൊണ്ട് തന്നെ ചന്ദ്രോത്തുകാരെ ആര് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഞാനവരെ വെറുതെ വിടുകയൊന്നുമില്ല. അതൊക്കെ പോട്ടെ, എന്തായാലും എനിക്കിപ്പോൾ ചന്ദ്രോത്തുകാരോട് വിരോധമൊന്നുമില്ല, പിന്നെ എന്തിനാ മുരളിക്ക് എന്നോട് വിരോധം എന്ന് ചോദിക്കുമ്പം, നിങ്ങളുടെ ഈ അഭിനയം കാണുമ്പോൾ എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിൽ ചന്ദ്രോത്തുകാരോട് പക മാത്രമേ ഉള്ളൂ എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ കിടന്ന് അഭിനയിക്കണേന്ന്. ആ സമയത്ത് ത്യാഗരാജൻ മനസ്സിൽ പറയുന്നുണ്ട്, നിനക്ക് കോമഡി ആയി തോന്നണതെല്ലാം ചന്ദ്രോത്തുകാർക്ക് ട്രാജഡി ആയിട്ട് വരാനാ, എന്തായാലും ഋഷിയും അരുന്ധതിമേടും ചേർന്ന് ചന്ദ്രോത്തുകാരെ ഇല്ലാണ്ടാകും, അതിന് നീന്നല്ല ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇനി ചന്ദ്രോത്തുകാരെ തകർക്കാനുള്ള അടുത്ത പ്ലാനാണ് ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ, മുരളി ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയാണ്. ചന്ദ്രമതിയാണ് ഈ പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പ്രഭാവതി ചന്ദ്രമതിയുടെ കോള് കണ്ടതും ചന്ദ്രമതി ആലോ വിളിക്കണേന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം, പ്രഭ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പം, എന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല ചന്ദ്രമതി, അല്ല ആ ഋഷിയുടെ പ്രശ്നമൊക്കെ തീർന്നോ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ തീർന്നു, ഇനിയിപ്പോൾ അവനെന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ നമുക്ക് അപ്പം നോക്കാം, തൽക്കാലം അവനെയും കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പിന്നെ നന്ദനും സിദ്ധുവൊക്കെ അത് ചോദിക്കാനായിട്ട് ഇറങ്ങിയതാണ്, അപ്പം ഞാൻ അവരെ തടഞ്ഞു നിർത്തിയത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ കൂട്ടണ്ടല്ലോ എന്ന് കരുതി, ഇനിയും അവൻ പ്രശ്നത്തിന് വന്നാൽ എന്തായാലും അതിന് തിരിച്ചടി കൊടുക്കാൻ എനിക്കറിയാം. പ്രഭ പറഞ്ഞത് നേരാ, ഇപ്പോൾ തൽക്കാലം അവൻ പ്രശ്നത്തിനൊന്നും വന്നില്ലെങ്കിൽ നമ്മളായിട്ടൊരു പ്രശ്നത്തിനൊന്നും പോകണ്ട, ഇനി വീണ്ടും അമ്മയും മോനും നമ്മളുടെ പിന്നാലെ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ അതിനുള്ള തിരിച്ചടി കൊടുക്കണം പ്രഭ, ഇനിയും നമ്മൾ കണ്ണടച്ച് നിന്നാൽ ശരിയാവില്ല, എന്തായാലും ദേവിക ഇപ്പോൾ MLA അല്ലേ, അതിൻ്റെ ഒരു പവർ നമ്മൾ കാണിക്കണ്ടേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും കെവിനും കൂടി ചന്ദ്രോത്തേക്ക് വരാണ്. അപ്പം നന്ദനാണെങ്കിൽ നല്ല ടെൻഷനും പേടിയുണ്ട്. ആ സമയത്ത് ദേവികേനെ കണ്ടതും നന്ദൻ, ദേവി എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി, നന്ദു ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, നന്ദൻ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഞങ്ങളൊരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് പോയ കാര്യം നടക്കാൻ കുറച്ച് താമസം വന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ വൈകിയത്, എന്തായാലും നിങ്ങൾ കയറി വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇല്ല ദേവിക, ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കണില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം, നന്ദൻ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നോക്ക്, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കെവിൻ പോകുന്നുണ്ട്. അങ്ങനെ നന്ദനോട് ദേവിക ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല ദേവി, വിശപ്പൊന്നുമില്ല എന്ന്. ആ സമയത്ത് നന്ദൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ദേവികയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ദേവിക റൂമിൽ ചെന്നതും നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദുവിന് എന്താ കുഴപ്പം, എന്തോ ഒരു മാറ്റം കാണുന്നുണ്ടല്ലോ മുഖത്തൊക്കെ, നന്ദുവിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ നന്ദൻ പറയുന്നുണ്ട്, ഇല്ല ദേവി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. അങ്ങനെ നന്ദനും ദേവികയും കിടന്നുറങ്ങുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മളുടെ നന്ദനാണെങ്കിൽ ഈ ഋഷിയെ സ്വപ്നം കാണുന്നുണ്ട്. ഋഷി നന്ദനെ തല്ലാനായിട്ട് വരുന്നതാണ് ഈ സ്വപ്നം കാണുന്നത്. അങ്ങനെ നന്ദൻ ഒച്ചെടുത്തുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു എന്തിനാ ഋഷി എന്നൊക്കെ പറയണായിട്ട്, ഋഷിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ, നന്ദു പോണ വഴിയിൽ ഋഷീനെ കണ്ടതും ഋഷിയായിട്ടുള്ള വാക്കേറ്റം ഉണ്ടായതും വാക്കേറ്റത്തിൻ്റെ ഇടയിൽ ദേഷ്യം വന്ന് ഋഷിയെ തല്ലിയതും ഋഷിയുടെ ബോധം പോയതും പിന്നെ എല്ലാവരും ചേർന്ന് അവനെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവൻ നന്ദുവിനോട് കുടുംബം തകർക്കുമെന്ന് പറഞ്ഞപ്പം ആ ദേഷ്യത്തിന് നന്ദു ഒരു വടിയെടുത്ത് അവൻ്റെ തലക്കിട്ട് അടിച്ചതും അവൻ മരിച്ച കാര്യങ്ങളൊക്കെ ദേവികയോട് പറയാൻ കേട്ടോ. അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. നന്ദു ഇതെന്തൊക്കെയാണ് പറയണേ, ഇതെല്ലാം നടന്നതാണോ എന്ന് ചോദിക്കുമ്പം, സത്യദേവി ഇതെല്ലാം നടന്നതാണ്, കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഋഷിയുടെ മുഖം വരണേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റണില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും നന്ദു,
അപ്പോൾ ഋഷി മരിച്ചോ എന്ന് ചോദിക്കുമ്പം മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നണേ. അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആകെ പ്രശ്നമാവുമല്ലോ, കൊലക്കേസിന് നന്ദു അകത്ത് പോവില്ലേ, നന്ദു എന്ത് മണ്ടത്തര കാണിച്ചതെന്ന് ചോദിക്കണം. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, പറ്റിപ്പോയി ദേവി, ഇതുകൊണ്ടല്ലേ അമ്മ നന്ദുവിനോട് പറഞ്ഞത് ഈ പ്രശ്നത്തിൽ നന്ദു ഇടപെടരുതെന്ന്. എന്നിട്ട് നന്ദു എന്തിനാ ആ പ്രശ്നത്തിൽ ഇടപെടാൻ പോയേ, അത് അമ്മ തന്നെ കൈകാര്യം ചെയ്തോളൂലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ദേവി, എന്തായാലും അമ്മ എന്നെ ഒരുപാട് തടഞ്ഞതാ, ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിനും പോകരുതെന്ന്. അമ്മയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന്. ആ സമയത്ത് ദേവിക നന്ദുവിനോട് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ വിവരം അച്ഛനെയും അമ്മേനെയും ഗിരീഷേട്ടനെയും അറിയിക്കാം, അവർ തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തട്ടെ എന്ന്. അങ്ങനെ ദേവിക അവരോട് പറയാനായിട്ട് പോകുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.